ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ റെസിപ്പി കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. നല്ല നാടൻ കരിമീൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഒന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്കിന്ന് ചെയ്തിട്ട് നോക്കാം. ഞാൻ കരിമീൻ ഒന്ന് ക്ലീൻ ആക്കണമെന്ന് കാണിക്കുന്നുണ്ടേ, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് നല്ല കത്തിയൊക്കെ ആയിരിക്കണം. മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഇതുപോലെ പേപ്പറിൽ മീൻ ഇങ്ങനെ നിരത്തി വയ്ക്കണം. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ചെത്തിയെടുക്കാവുന്നതാണ്. കത്തി കൊണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ ചെതമ്പലൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് കത്രിക കൊണ്ട് സൈഡൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റും. ഇത് എളുപ്പമാണ്, കൈയൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം മൂർച്ചയുള്ള കത്തിയൊക്കെ ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇതുപോലെ പെട്ടെന്ന് നമുക്ക് കത്രിക കൊണ്ട് സൈഡൊക്കെ മുള്ളൊക്കെ കത്രിക കൊണ്ട് എടുത്ത് അതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തല വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് അതിൻ്റെ ചെകിളയൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലെ കുടലൊക്കെ എടുത്ത് നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ആദ്യമായിട്ടൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉലുവ ഇടുന്ന പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒത്തിരി ഇടേണ്ട, കുറച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണെന്ന് ഇടണേ. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ഇടണം, കാരണം നമ്മൾ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുടംപുളി ഇടാം. പിന്നെ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനൊന്ന് വരഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വരയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മീനിൻ്റെ മാംസത്തിൻ്റെ ഉള്ളിലേക്ക് മുളകൊക്കെ പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മീനൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് പാലൊഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ചട്ടിയുടെ 2 ഭാഗം പിടിച്ചിങ്ങനെ ഇളക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്.